നമ്മുടെ മൊബൈലിൻ്റെ ഗാലറിയിൽ തന്നെ വന്നിട്ടുള്ള കിഡിലൻ അപ്ഡേറ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാനൊരു ഫീച്ചർ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് ഏറ്റവും പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പോലും കളറാക്കി മാറ്റുന്ന ഒരു ഓപ്ഷൻ. പക്ഷേ പല ആളുകളും അവരുടെ ഗാലറിയിൽ ഇതുവരെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എത്ര പഴയ ഫോട്ടോവും ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കളറാക്കി മാറ്റാൻ സാധിക്കും. അതും HD ക്വാളിറ്റിയിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ നിന്നും ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുക, എന്താണ് നമുക്ക് അതിനുവേണ്ടി ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് കളറൈസ്ഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കളറൈസ് ഫോട്ടോ AI എൻഹാൻസർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. എനിക്കിവിടെ ഓപ്പൺ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ചില സമയത്തൊക്കെ ഇതിൽ പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നേരത്തേക്കേ വരൂ, എന്നാലും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും കളറാക്കാം. ഇവിടെ ഇങ്ങനെ 3 ഓപ്ഷനുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പരസ്യങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ക്ലോസ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇതോടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. നിമിഷ നേരം കൊണ്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി ആദ്യം ഫോട്ടോ ഇതായിരുന്നു. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് ഞാൻ കളറാക്കിയത്. എത്ര ക്ലാരിറ്റിയോട് കൂടിയാണ്, നല്ല HD ക്വാളിറ്റിയോട് കൂടി. ഇവിടെ കളറിൻ്റെ ഒരു ചിത്രമുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ മാർക്ക് റിമൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് പ്രീമിയം വേർഷൻ പർച്ചേസ് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. നമുക്കതിൻ്റെ വാട്ടർ മാർക്കൊന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ടർ മാർക്ക് ഈ ഒരു കോർണറിൽ ചെറുതായിട്ടൊന്ന് കാണുന്നേ ഉള്ളൂ. അത് അത്ര വലിയ ശ്രദ്ധയിലൊന്നും പെടുത്തില്ല. പക്ഷേ നമുക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി HD ക്വാളിറ്റിയോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കാം. ഇവിടെ അതിൻ്റെ സാറ്റുറേഷനും അതുപോലെ തന്നെ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനുകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ എഴുതുന്ന ഓപ്ഷനുണ്ട്. അത് കൃത്യമായിട്ട് വർക്കാത്തതാണ്, എന്നാലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ വാട്സാപ്പിലേക്കും മറ്റുമൊക്കെ ഇത് ഷെയർ ചെയ്യാം. ഇനി നമുക്കിത് ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ JPG നമുക്ക് മാറ്റാൻ കഴിയില്ല കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് പ്രീമിയം വെർഷൻ പർച്ചേസ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ സേവ് ആകുന്ന സമയത്തും ചിലപ്പോൾ ഇതുപോലെ പരസ്യങ്ങൾ കാണിക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് അത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫോട്ടോയുടെ ഭാഗത്ത് ആദ്യം ഇതായിരുന്നു ഫോട്ടോ. ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോ എത്ര ഭംഗിയായിട്ടാണ് കളറാക്കി തന്നിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഏത് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും ഇവിടെ ആ ചെറിയൊരു വാട്ടർമാർക്ക് കണ്ടോ, അത് മാത്രമേ വരികയുള്ളൂ. അതത്ര ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്കും ഇതുപോലെ എത്ര പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോവും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി കളറാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എത്ര പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോവും കളറാക്കി മാറ്റാൻ സാധിക്കും, അതും ഹൈ ക്വാളിറ്റിയിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.